ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഞങ്ങൾ നിങ്ങളോടൊപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ഡെസ്കിൽ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് UK നമ്മളൊരു വീട് വാങ്ങിക്കുന്നതിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള വിഷയമാണല്ലോ. ആയതുകൊണ്ട് UK വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞങ്ങളുടെ അനുഭവത്തിലൂടെ പറയുന്ന ഈ വിഷയങ്ങൾ കൂടെ കേട്ടിട്ട് ഒരു വീടെടുക്കുവാനായിട്ട് പോകണമേ എന്ന് അപേക്ഷിക്കുകയാണ്. കാരണം ഇതൊരു ഒഫീഷ്യൽ ടോക്കല്ല, ഞങ്ങളുടെ അനുഭവത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ എപ്പിസോഡുകൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കൂടെ കണ്ടിട്ട് ഈ എപ്പിസോഡ് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എങ്കിലാണ് ഇത് പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്ന ഈ പോയിന്റ് വീടെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് പണപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നതാണ്. നമ്മളെപ്പോഴും ഒരു വീടെടുക്കുന്നത് നമ്മൾക്ക് സ്വന്തമായൊരു വീട് എന്നൊരു സ്വപ്നത്തിലാണ്. എന്നാൽ ഇവിടെ പലതരത്തിലുള്ള പ്രോഗ്രാമുകളാണ് വീടെടുക്കുമ്പോൾ ഉള്ളത്. അതിൽ ഒരു 3 ടൈപ്പ് പ്രോഗ്രാമുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്ന്, ലീസ് ഹോൾഡായിട്ട് നമുക്ക് വീടെടുക്കാനായിട്ട് കഴിയും. രണ്ടാമത്, ഫ്രീ ഹോൾഡായിട്ട് നമുക്ക് വീടെടുക്കാൻ കഴിയും. മൂന്നാമത്, ഷെയർ ഹോൾഡായിട്ട് നമുക്ക് വീടെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് 3ഉം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് വീടെടുക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ച ഒരു അബദ്ധം നിങ്ങൾക്കും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളത് ശ്രദ്ധിച്ചാൽ. നമുക്കറിയാം, നമ്മൾ ഒരു മോർഗേജ് അഡ്വൈസറെ സമീപിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം ഒരു വീട് വാങ്ങിച്ചാൽ അത് ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിരിക്കണം എന്നുള്ളതാണ്. ഇതേ ആഗ്രഹവുമായിട്ട് ഞങ്ങൾ ഒരു വീടെടുക്കുവാൻ ആഗ്രഹിച്ച് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ലെറ്റിംഗ് ഏജൻറ്റിൻ്റെ അടുത്ത് സമീപിക്കുകയും ഒരു വീട് കണ്ട് ഞങ്ങൾക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട് ആ വീടിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ അതിൽ നിന്നും പേപ്പർ വർക്കിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഈ വീട് ലീസ് ഹോൾഡിൽ കിടക്കുന്ന ഒരു വീടാണ്. അതായത് ലീസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏതെങ്കിലും വലിയ ഓർഗനൈസേഷൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങളുടെയോ ഒക്കെ ലീസിൽ കിടക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടി മറ്റുള്ളവർക്ക് ലീസിന് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണത്. അത് 100 ഇയർ ലീസ് ഉണ്ട്. അതിങ്ങനെ എടുത്തെടുത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ആ വീട് നമ്മുടെ കയ്യിൽ വരുന്നത്. അങ്ങനെ ഒരു വീടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ വന്ന ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട്. അത് ആ സമയത്ത് ഏതാണ്ട് 25 വർഷത്തെ ലീസ് ഹോൾഡാണ് ബാലൻസ് ആയിട്ട് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ വലിയ ഒരു ലെറ്റിംഗ് ഏജൻ്റാണ് നിലവിൽ ഇത് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കണം. അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഫ്രീ ഹോൾഡാണ്. ഫ്രീ ഹോൾഡ് എന്താണെന്ന് കൂടെ അറിയാൻ പാടില്ലാത്ത ആളുകളോട് പറയാം. ഫ്രീ ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു വീടെടുത്താൽ അതിൻ്റെ പേരിൽ ആരും അവകാശം പറഞ്ഞു വരില്ല. അത് നമ്മളുടേതായാൽ നമ്മളുടേത് തന്നെ. നാടൻ ഭാഷയെ പറഞ്ഞാൽ അങ്ങനെ തന്നെ. അതായത് നാട്ടിലൊക്കെ നമ്മൾ വീട് മേടിക്കുമ്പോൾ നമ്മൾ ആധാരം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ വീടാകും എന്നുള്ള പോലെ തന്നെയാണ്. എന്നാൽ ലീസ് ഹോൾഡ് അങ്ങനെയല്ല. ലീസ് ഹോൾഡ് മറ്റുള്ള ഒരാളുടെ പ്രോപ്പർട്ടിയാണ്, പക്ഷെ അത് നമുക്ക് ലീസിന് തരികയാണ്. പക്ഷെ നമുക്ക് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാം, നമ്മുടെ തന്നെയാണ്, എങ്കിൽ പോലും അത് മറ്റൊരാളുടെ ആണ്. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ലെറ്റിംഗ് ഏജൻറ്റ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇത് ഇപ്പോൾ സ്റ്റിൽ ലീസ് ഹോൾഡാണ്, പക്ഷെ നമുക്ക് നിങ്ങൾ ഇതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് കഴിയുമ്പോൾ അത് നിങ്ങളുടെ പേരിലേക്ക് ഫ്രീ ഹോൾഡായിട്ട് മാറ്റിത്തരാം എന്ന് പറഞ്ഞു. നമ്മൾ ഈ രാജ്യത്ത് ഒരു വീടെടുക്കാൻ പോകുമ്പോൾ
ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ടൈം എന്ന് പറയുന്നത് മാക്സിമം 3 മാസമേ വരാൻ പാടുള്ളൂ. അതിനുള്ളിൽ തന്നെ ഇതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും കഴിഞ്ഞില്ലെങ്കിൽ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് ഒരുപാട് സമയങ്ങൾ സ്പെൻഡ് ചെയ്ത് നമ്മുടെ പണത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്തു നിന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും പണമെല്ലാം നമ്മൾ സ്വരൂപിക്കുന്നത്. ആ പൈസയൊക്കെ നമ്മൾ ഷോ ചെയ്യണം. അതിങ്ങനെ മാസങ്ങൾ കിടക്കുന്തോറും നമുക്ക് അതിൻ്റെ ലൈബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആ ലെറ്റിംഗ് ഏജൻറ്റ് പറഞ്ഞതനുസരിച്ച് ഞങ്ങളതിന് കൈ കൊടുത്തു. ഞങ്ങളതിന് പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ അഡ്വക്കേറ്റിനെ വിളിക്കും. അവർ പറയും നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 8 മാസക്കാലം ഞങ്ങളെ ആ വിഷയത്തിൻ്റെ പുറകെ നടത്തി. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇത് ഫൈനൽ പേപ്പർ വർക്കിലേക്ക് കടന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ലീസ് ഹോൾഡിൽ കിടക്കുന്ന ഈ പ്രോപ്പർട്ടി ഫ്രീ ഹോൾഡിലേക്ക് മാറ്റാൻ കഴിയില്ല. അങ്ങനൊരു സാധ്യതയാണ് ആ ലീസ് ഹോൾഡിന് ഉള്ളത്. വ്യത്യസ്തമായ ലീസ് ഹോൾഡുകളാണ് UK ഉള്ളത്. ചിലതെല്ലാം മാറ്റാൻ കഴിയും, ചിലത് മാറ്റാൻ കഴിയില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരികയും ഞങ്ങൾ 8 മാസം കഴിഞ്ഞ് ആ പ്രോജക്റ്റ് വിഡ്രോ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാവേണ്ട സിറ്റുവേഷനിലേക്ക് മാറി. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള വലിയ ഓർഗനൈസേഷൻ്റെ അധീനതയിൽ കിടക്കുന്ന ലീസ് ഹോൾഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ നിങ്ങൾ കണ്ടാൽ പഴയ പ്രോപ്പർട്ടികളായിരിക്കും കൂടുതലും. പിന്നെ എക്സ്പെഷ്യലി ഫ്ലാറ്റുകൾ എടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒരു ബഹുഭൂരിഭാഗവും ഇതേപോലെ ലീസ് ഹോൾഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ലീസ് ഹോൾഡ് എന്ന് പറയുന്ന ആ സെക്ഷനിലേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടി പോകുന്നതെങ്കിൽ നിങ്ങൾ മിനിമം 50 വർഷത്തിന് മുകളിലുള്ള ലീസ് ഹോൾഡ് വരുന്ന പ്രോപ്പർട്ടികളെ സെലക്ട് ചെയ്യാവൂ. ഒന്നാമത്തെ കാര്യം. 2, മാക്സിമം ലീസ് ഹോൾഡ് ഒഴിവാക്കുക. കാരണം ലീസ് ഹോൾഡ് എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രോപ്പർട്ടി അവരുടേതാകും. അങ്ങനെ വന്നാൽ നമ്മൾ പിന്നീട് നമ്മളുടെ ആക്കണമെങ്കിൽ പിന്നെയും പണം മുടക്കുക ആവശ്യമാണ്. ഒരു ലീസ് ഹോൾഡിൽ നിന്നും പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരണമെങ്കിൽ അതിനെല്ലാം ഒരുപാട് പ്രൊസീജിയേഴ്സും ഒരുപാട് പണനഷ്ടവും വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ലീസ് ഹോൾഡ് മാക്സിമം ഒഴിവാക്കി നമുക്ക് സ്വന്തമായിട്ട്, അതായത് ഫ്രീ ഹോൾഡായിട്ടുള്ള പ്രോപ്പർട്ടികൾ വാങ്ങിക്കുക. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത്, ലീസ് ഹോൾഡായിട്ടുള്ള പ്രോപ്പർട്ടികൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ടൈം നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഏറ്റവും അവസാനമാണ് അവർ പറയുന്നത് ഇത് മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരിക്കലും ഒരു ലീസ് ഹോൾഡ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഫ്രീ ഹോൾഡ് തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കുകയും ആ പ്രോജക്റ്റോടെ അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഞങ്ങളുടെ അനുഭവം വെച്ചിട്ട് എന്താണ് ലീസ് ഹോൾഡ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി അടുത്ത് ഫ്രീ ഹോൾഡാണ്. ഫ്രീ ഹോൾഡ് നമ്മളൊരു പ്രോപ്പർട്ടി കണ്ടാൽ അത് പൂർണ്ണമായും പേപ്പർ വർക്ക് കഴിഞ്ഞ് നമ്മുടേതാകും. അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തന്നെ ഒരു വീട് കൊടുക്കാനുണ്ടെന്ന് മനസ്സിലാക്കുകയും ഞങ്ങളത് കാണുകയും ഇഷ്ടപ്പെടുകയും ഞങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ ആ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത്, വളരെ അത്ഭുതമാണ്, 1 മാസത്തിനുള്ളിൽ ആ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വീട്ടിൽ കയറാനുള്ള സാധ്യതകളുണ്ടായി. അപ്പോൾ ഫ്രീ ഹോൾഡും ലീസ് ഹോൾഡും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഫ്രീ ഹോൾഡിന് പ്രത്യേകമായൊന്നും പറയാനില്ല, നമ്മുടെ തന്നെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. ഇനി വേറൊരു ചാൻസ് കൂടെ UK നമുക്കുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മളുടെ ഒരു സാലറി സ്കെയിൽ വെച്ചുകൊണ്ട് ഒരു വീട് വാങ്ങിക്കാൻ പറ്റാത്ത സാലറി സ്കെയിലായിരിക്കും പലരുടെയും. കാരണം കുറച്ചുകൂടെ പണം കൂടുതൽ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ആ പ്രദേശത്ത് വീടുകൾക്ക് വില കൂടുതലുള്ള പ്രദേശമാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ സാലറി വെച്ചുകൊണ്ട് ഇതെങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഒരു അവസരമുണ്ട്. അതായത് ഷെയർ ഹോൾഡിൽ നമുക്ക് വീടെടുക്കാനായിട്ട് കഴിയും. എന്താണ് ഷെയർ ഹോൾഡ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. മറ്റൊരാളുടെ ആണ് ഈ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി നമുക്ക് എത്ര ശതമാനം ഷെയർ വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടാൽ ആ ഷെയറിൽ നമുക്ക് ആ വീട്ടിൽ താമസിക്കാം എന്നുള്ളതാണ്. അതായത് ഒരു വീട് മറ്റൊരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു പ്രോജക്റ്റിൻ്റെ ആയിരിക്കും. ആ പ്രോജക്റ്റ് ചെയ്യുന്ന ആൾ നമുക്ക് ലീസിന് തരുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം തന്നെയാണ്, പക്ഷേ ഇത്ര ശതമാനം ഷെയർ നമ്മൾ വാങ്ങിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരു പ്രോപ്പർട്ടിയുടെ
ഇത്ര ശതമാനം ഷെയർ വാങ്ങിച്ചുകൊണ്ട് ആ പ്രോപ്പർട്ടിയിൽ നമ്മൾ താമസിക്കുന്നു. ഇത് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ഒരു 3 ലക്ഷം പൗണ്ടാണ് ഒരു വീടിൻ്റെ വില വരുന്നത് എങ്കിൽ നമുക്ക് നമ്മളുടെ എലിജിബിലിറ്റി അല്ലെങ്കിൽ ബാങ്ക് നമുക്ക് തരുന്ന മോർഗേജ് എലിജിബിലിറ്റി നമുക്ക് 1.5 ലക്ഷം ഉള്ളൂ അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഒരു സാധ്യതയുള്ളത് 50% ആ വീടിൻ്റെ ഷെയർ എടുത്തുകൊണ്ട് 50% ആ സ്ഥാപനത്തിൻ്റെ ആയിരിക്കും, 50% നമ്മുടെ ആയിരിക്കും. അപ്പോൾ ഈ വീട് ഇന്നല്ലെങ്കിൽ നാളെ വിൽക്കുമ്പോൾ നമുക്കതിൻ്റെ പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ ആ വീടിൻ്റെ വിലയുടെ 50% മാത്രമേ ലഭിക്കൂ എന്നുള്ള ഒറ്റ പ്രശ്നമാണ് അതിനകത്തുള്ളത്. പിന്നീട് നമുക്ക് ഒരു സാധ്യതയുള്ളത് ഈ വീടിൻ്റെ ഫുൾ ഷെയറും കൊടുക്കുന്ന ചില കമ്പനികളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ നോക്കി കണ്ട് മേടിക്കേണ്ടതാണ്. അപ്പോൾ സാധ്യത എന്താണ് ഞാൻ എന്ന് പറഞ്ഞത്, ഷെയർ ഹോൾഡിംഗ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനുള്ള സാധ്യത മാത്രമുള്ളവർക്ക് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും അതുമാത്രമല്ല നിങ്ങളുടെ ഈ രാജ്യത്തെ വരുമാനത്തിനെ ബേസ് ചെയ്തിട്ടുള്ള മോർഗേജിൻ്റെ സ്ഥിതിയും മനസ്സിലാക്കിക്കൊണ്ട് ഷെയർ ഹോൾഡിംഗ് ഉള്ള വീടുകളും നിങ്ങൾക്ക് ഈ രാജ്യത്ത് എടുക്കാൻ കഴിയും. അത് ഒരു സ്ഥലത്ത് വളരെ കുറച്ച് മാത്രമേ ഷെയർ ഹോൾഡിംഗ് വീടുകൾ ഉണ്ടാകുകയുള്ളൂ. അത് നിങ്ങളൊരു സൈറ്റുണ്ട്, ആ സൈറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമുക്ക് അവിടെ സെയിലാകുന്ന അല്ലെങ്കിൽ ആ സമയത്ത് സെയിലാകുന്ന ഷെയർ ഹോൾഡിംഗ് ആയിട്ടുള്ള വീടുകൾ അതിനകത്ത് വരും. ആ സമയത്ത് നിങ്ങൾക്കത് പോയി കണ്ട് ഇതേ രീതിയിൽ തന്നെ സെയിം പ്രൊസീജിയറിൽ തന്നെ അങ്ങനെ ഒരു വീടെടുക്കാനുള്ള ഷെയർ ഹോൾഡിംഗ് സൗകര്യവും ഈ രാജ്യത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒരു വീടെടുക്കാൻ പോകുന്നതിന് മുമ്പ് മോർഗേജ് അഡ്വൈസറോട് വളരെ വ്യക്തമായും ഇത് ഷെയർ ഹോൾഡാണോ, ഫ്രീ ഹോൾഡാണോ, അല്ലെങ്കിൽ ഇത് ലീസ് ഹോൾഡാണോ എന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആ പേപ്പർ വർക്കിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യണം. ഞാനൊരു ഒഫീഷ്യൽ ടോക്ക് അല്ല നടത്തുന്നത്, ഞങ്ങളുടെ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങളാണ്. ഞാനിത് റിസർച്ച് ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറയുവാനല്ല ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ അനുഭവത്തിലൂടെ ചില കാര്യങ്ങൾ പറയുന്നു. ഇതിനേക്കാൾ കൂടുതൽ അറിയാവുന്ന മോർഗേജ് അഡ്വൈസേഴ്സ് ആയുള്ള മലയാളികളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ UK-യിലുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം മനസ്സിലായാൽ ഇതിനെ ഡീപ്പായിട്ട് പഠിക്കാനും അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാനൊരു ടിപ്പായിട്ട് മാത്രമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മുടെ ചാനൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നാട്ടിലുള്ള ആളുകളാണെങ്കിൽ UK-യിലുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഇനിയും തുടർന്നും നമ്മൾ പല വിഷയങ്ങളും ഈ ഡെസ്കിൽ ഡിസ്കഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് വീക്ക്. ബൈ.